വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പണ്ട് നസീറുള്ളയിടത്ത് ലാലേട്ടനും മമ്മൂക്കയും വന്നു. അതിനുശേഷം പല താരങ്ങൾ വന്നിട്ടും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് പേരുകളാണ്. ബിഗ് യംസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മമ്മൂക്കയും ലാലേട്ടനും. ഇവർ രണ്ടുപേരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവരെ തമ്മിലുള്ള ചൊല്ലിയുള്ള ഒരു വാക്കേറ്റവും സംസാരവും ഒക്കെ മത്സരവും ഒക്കെ ഉണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തി എന്നുള്ള ചോദ്യത്തിന് പല വർഷങ്ങളിലും പല മാസങ്ങളിലും മാറിക്കൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതൊക്കെ ലാലേട്ടൻ ആണെന്ന് ഒരു വിഭാഗം പറഞ്ഞിരുന്നു. എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളിൽ നിന്ന് ജനപ്രീതി ഉയർത്തിക്കൊണ്ട് മമ്മൂക്ക ആദ്യ സ്ഥാനത്തേക്ക് കയറി എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ തറവാട്ടിനില്ല. കാരണം ഞങ്ങൾ പാമ്പാട്ടികളല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള എന്താ പറയുക, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും അന്വേഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരുടെ പലതരത്തിലുള്ള റിസർച്ചുകളുടെ പരമായിട്ട് നോക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ജനപ്രീതി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ലാലേട്ടൻ്റെ ഒരു നല്ലൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം വരുമെന്നാണ് മറ്റ് ലാലേട്ടൻ ആരാധകർ പറയുന്നത്. കാരണം ഇൻഡസ്ട്രിക്ക് ആദ്യത്തെ ഒരു 75 കോടി 100 കോടി 200 കോടിയൊക്കെ കളക്ഷൻ കാണിച്ചു കൊടുത്തത് ലാലേട്ടനാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ ഇപ്പോൾ നല്ല സിനിമകൾ എന്ന് മലയാളികൾ പറയുന്നതും ഹിറ്റുകളും ഒക്കെ സമ്മാനിക്കുന്നത് മമ്മൂക്കയാണെന്നും മമ്മൂക്കയെ വെല്ലാനായിട്ട് മറ്റാരുമില്ലെന്നുമാണ് മറ്റു ചിലർ പറയുന്നത്. അപ്പോൾ മമ്മൂക്കയാണോ ലാലേട്ടനാണോ ഏറ്റവും മികച്ച ആരാധകരുള്ള, നല്ല സിനിമകൾ സെലക്ട് ചെയ്യുന്ന, നല്ല അഭിനയ മികവുള്ള താരം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവർ രണ്ടുപേരും തന്നെ ഇപ്പോഴും വാശിയോടെ മത്സരിക്കുമ്പോൾ ഇവരെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു മൂന്നാമൻ ഇതുവരെയും എത്തുന്നില്ല എന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. പല യുവതാരങ്ങൾ വന്നിട്ടും ഇവരുടെ സ്ഥാനത്തിന് ഒരു ഭംഗവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത. അപ്പോൾ ഇപ്പോഴും ആരാധകർക്ക് ഇഷ്ടം ഇവരെ തന്നെയാണ്. ഇവരുടെ സിനിമയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ഇപ്പോഴും ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിൻ്റെ അവസാന ഉദാഹരണമായി കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രം 100 കോടി കളക്ഷനാണ് നേടിയത്. അതിനു മുമ്പ് ഉള്ള സിനിമകൾ നോക്കിയാലും പരിശോധിച്ചാലും എല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇവരുടെ സിനിമകൾക്കുള്ള വാല്യൂ എന്താണ് എന്ന്. വലൈക്കോട്ട് ബാലിബൻ ഇപ്പോഴും ആളുകൾ കാത്തിരിക്കുകയാണ് കാണാനായിട്ട്. തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ഒരുപാട് പേർ ഇപ്പോഴേ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും ഇവരെ കടത്തിവെട്ടുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള സിനിമകൾ സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് യുവതാരങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇതിനുത്തരമായിട്ട് ടൊവിനോയുടെ മിന്നൽ മുരളിയും മറ്റ് സിനിമകളൊക്കെ വന്നെങ്കിലും ഇവരുടെ ഒരു സ്ഥാനത്തിന് തകർത്തെറിഞ്ഞുകൊണ്ട് ഇവരെക്കാൾ മുകളിലേക്ക് എത്താനായിട്ട് ഒരു തരത്തിലും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളുമായിട്ട് വൻ താരങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. അവിടെ മത്സര രംഗത്ത് ജയസൂര്യയും ദുൽഖർ സൽമാനും ടൊവിനോ തോമസും ഒക്കെയുണ്ട്. എന്തായാലും പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ ദുൽഖർ സൽമാൻ പക്ഷേ മലയാള ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും താഴെ തന്നെ ആരാധകരുണ്ടാവൂ എന്നതാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത്. അങ്ങനെയല്ല എന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വലിയ വലിയ സിനിമകൾ ഇനിയും റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഇപ്പോഴും നിങ്ങൾ ആരാധിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, കാണാൻ കൊതിക്കുന്നത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സിനിമകൾ തന്നെയാണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.